ഹായ് ഹലോ ഫ്രണ്ട്, എല്ലാവർക്കും മഴക്കൊരു മുൻപേ വരാൻ പോകുമ്പോൾ ഒരു പുതുപുത്തൻ എപ്പിസോഡിന്റെ കഥയിലേക്ക് സ്വാഗതം. അതിനു മുൻപേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അലീനയെ കാണാൻ വേണ്ടി ടാനിയ, സ്റ്റാൻലി ജോസഫിന്റെ മൂത്ത മകളായിട്ടുള്ള ടാനിയ എത്തുന്നുണ്ട് കേട്ടോ. ടാനിയ എല്ലാവരോടും ജോലിക്കാരോടൊക്കെ അലീനയെ പറ്റി ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഉണ്ടാവുക കേട്ടോ. കുറച്ച് ചോദ്യം ചെയ്യലും ഭരണം ഒക്കെ ഉണ്ടെങ്കിലും കൊച്ചു പാവാണ്. പിന്നെ അനാഥാലയത്തിലാണ് 23 വർഷം കഴിഞ്ഞത്. പിന്നെ ഒരു ആളുടെ പാലയിലുള്ള ഒരാളുടെ വീട്ടില് ഹൗസ് മെയ്ഡ് ആയിട്ട് ജോലി ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലായിലുള്ള ആൾ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയത് എന്നെല്ലാം ടാനിയോട് അവർ വിവരിക്കുന്നുണ്ട്. പൗലോസ് മാത്രം അലീനയെ പറ്റി കുറച്ച് കുറ്റവും കുറവുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം പൗലോസിന് അലീനയെ തീരെ പിടിക്കില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ജോസഫ് ആ വീട്ടിലില്ലാത്ത ദിവസമായിരിക്കും ടാനിയ അലീനയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ അലീനയുടെ മുറിയിലേക്ക് ഒരു മുന്നറിയിപ്പും കൂടാതെ ടാനിയെ കൊച്ചു കടന്നു പോകുന്നുണ്ട്. അപ്പൊ അലീന ഒന്ന് ഭയക്കുന്നുണ്ട്. ആരാണ് എന്താണ് എന്നൊന്നും അലീനയ്ക്ക് അറിയില്ലായിരുന്നു. കൂടെ വന്ന ആന്റപ്പൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കേണൽ സാബിന്റെ മൂത്ത മകളാണ് ടാനിയ. മോളോട് എന്തൊക്കെയോ ചോദിക്കാനും പറയാനും ഉണ്ട് ടാനിയയ്ക്ക്. ഞാൻ താഴെ ഉണ്ടാവും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ടാനിയനെ ആ മുറിയിൽ നിർത്തി ആന്റപ്പൻ താഴേക്ക് പോകുന്നുണ്ട്. അപ്പൊ ടാനിയനെ കണ്ടതും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഈ ടെൽസേനെ കണ്ടു. ടെൽസയ്ക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. ടെൽസയോട് കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റീത്ത മാൻഡിയുടെ കൂടെയാണല്ലോ ടെൽസ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ തന്റെ അടുത്ത സഹോദരിയെ കൂടി തനിക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാവരോടും തനിക്ക് തന്റെ സ്നേഹം പങ്കുവെക്കണം. ആദ്യം ഒരു അമർഷവും ദേഷ്യവും എല്ലാവർക്കും തന്നോട് ഉണ്ടാവും എന്ന അലീനയ്ക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ ടാനിയനെ കാണുമ്പോൾ അലീനയ്ക്ക് തന്നെ ഓർമ്മ വരികയാണ് കേട്ടോ. തന്റെ ഏകദേശം മുഖച്ഛായുള്ള ഒരു കൊച്ചാണ് ടാനിയ. മോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ടാനിയോട് അലീന വളരെ സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ ടാനിയയുടെ ഭാഗത്ത് നിന്ന് വരുന്ന മറുപടി അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. മോളോ, എങ്ങനെയാണ് ഞാൻ നിനക്ക് മോളാവുന്നത്? പപ്പയ്ക്ക് കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞ് ജനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അത് ഞങ്ങളുടെ സഹോദരിയായിട്ട് കണക്കാക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്കെന്നല്ല, എന്റെ അനിയനോ എന്റെ അനിയത്തിക്കോ അതിന് സാധിക്കില്ല. ഞങ്ങളെയൊക്കെ സഹോദരങ്ങളായി കണ്ട് ഞങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നത്? അല്ലല്ലോ. എന്റെ പപ്പയുടെ ഈ കാണുന്ന കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശമാവാൻ വേണ്ടിയല്ലേ? ഇതെല്ലാം ഒറ്റയ്ക്ക് അങ്ങ് കൈയടക്കി വെക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ വരവ്? ഏയ്, എന്തൊക്കെ നീ പറയുന്നത്? നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും നിങ്ങളുടെ കൂടെ കഴിയാനുമാണ് ഞാൻ വന്നത്. അല്ലാതെ എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ട. ഇത്രയും കാലം ഈ സ്വത്തും പണമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ജീവിച്ചത്. ഇനിയും എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെല്ലാം നാണം കെടുത്താൻ വേണ്ടിയിട്ടോ? പപ്പയ്ക്ക് ഏതോ ഒരു സ്ത്രീയില് പിഴച്ചു പറ്റൊരു പെൺകുട്ടി ഇപ്പൊ വന്നിരിക്കുക അധികാരം സ്ഥാപിക്കാനും അവകാശം പറയാനും. പിന്നെ ഞങ്ങളൊക്കെ ആരാ? നീ വന്നപ്പോ നീയായി പപ്പയുടെ മൂത്ത മകള്. പപ്പയ്ക്ക് സ്നേഹം കൂടുതലും നിന്നോട്. ഞങ്ങളെ ആരും പപ്പയ്ക്ക് വേണ്ട. ഞങ്ങളെ ആരും പപ്പയ്ക്ക് ഇഷ്ടമല്ല. പപ്പയുടെ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിന്റെ പേരിൽ എഴുതി വെക്കുമെന്നൊക്കെ പപ്പ പറയുന്നുണ്ടല്ലോ. അതൊക്കെ സത്യാണോ? മോളെ, എനിക്ക് പപ്പയുടെ ഒരു ചില്ലി പൈസ പോലും വേണ്ട. എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി. കാരണം 23 വർഷം മതി. ഈ 23 വർഷത്തിന്റെ കഥയൊന്നും പറഞ്ഞ് നീ എന്നെ കൈപ്പിടിയിലാക്കാം എന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചിയില്ല, ഇങ്ങനെ ഒരു സഹോദരിയില്ല. എനിക്ക് മാത്രമല്ല, എന്റെ ബാക്കി 2 സഹോദരങ്ങൾക്കും ഇങ്ങനെ ഒരു കൂടപ്പിറപ്പില്ല. പപ്പയ്ക്ക് ഏതൊരു സ്ത്രീയിലെ പിഴച്ചു പറ്റി നിന്നെ കൂടപ്പിറപ്പായിട്ട് സ്വീകരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അത് ഒരു മുന്നറിയിപ്പായിട്ട് തരാൻ വേണ്ടിയിട്ടാ ആരെയും കൂട്ടാതെ ടാനിയ ഇങ്ങോട്ട് വന്നത്. ടാനിയക്ക് ഇങ്ങോട്ട് വരാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ടാനിയക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ വീടും ഈ ചുറ്റുമുള്ള പറമ്പും ഒക്കെ. മനസ്സിലായോ? പിന്നെ പപ്പയുടെ ഒരു ചില്ലി കാശിന് അവകാശം പറയാൻ നീ വന്നു പോകരുത്. പപ്പയുടെ ഒരു ചില്ലി കാശ് നിന്നെ കൊണ്ട് തുടിക്കുന്നു നീ വിചാരിക്കണ്ട. പപ്പയുടെ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങൾക്ക് 3 പേർക്ക് അവകാശപ്പെട്ടതാ. അതിനൊരു ചില്ലി കാശ് നിനക്ക് തരുമെന്ന് നീ വിചാരിക്കണ്ട. മനസ്സിലായോ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കോ. നീ ഇതിനു മുന്നേ എവിടേക്കോ ജോലിക്ക് നിന്നു എന്ന് പറഞ്ഞില്ലേ? അതുപോലെ വല്ല വീട്ടിലോ വല്ല ഹോസ്പിറ്റലിലോ ജോലിക്ക് കയറിക്കോ. അതാ നിനക്ക് നല്ലത്. അല്ലാതെ ഇവിടെ തന്നെ അള്ളി പിടിച്ചോണ്ടിരിക്കാന്ന് നീ വിചാരിക്കണ്ട. മനസ്സിലായോ? അന്ന് വന്ന റീതാമ്മച്ചീനെ നിനക്ക് അറിയാലോ. അമ്മച്ചി വെറുതെ പോയതൊന്നും അല്ല. ഇനി അമ്മച്ചിയുടെ 4 ആങ്ങളമാരുണ്ട്. അവര് കൂടി വന്നാ നീ ഇവിടുന്ന് പറക്കും.
മനസ്സിലായോ? നിനക്കൊരു മുന്നറിയിപ്പ് തരാനാ ഞാനായിട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്ന് കാണാലോ. പിന്നെ പപ്പയുടെ പുതിയ മകളെ ഒന്ന് കാണാലോ എന്നും കൂടി വിചാരിച്ചിട്ടാ ഇങ്ങോട്ട് ഞാൻ കയറി വന്നത്. എനിക്ക് പപ്പേന്റെ പേടിയൊന്നുമില്ല. ആന്റപ്പൻ ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞപ്പോ അതൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ച ആദ്യം റീത്താമ്മച്ചീനെ ഞാൻ ഇങ്ങോട്ട് വിട്ടത്. കൂടെ ഞാനും വരാനിരുന്നതാ. പക്ഷെ നീ വരണ്ട എന്ന് റീത്താമ്മച്ചിയാ പറഞ്ഞത്. പിന്നീട് അമ്മച്ചിക്ക് ഇവിടെ നല്ല പ്രതികരണമല്ല കിട്ടിയത്. അതുകൊണ്ടാ ഞാൻ വരാന്ന് വിചാരിച്ചത്. നീ പപ്പേനെ കണ്ട് പപ്പയെ നിന്നെ സംരക്ഷിക്കുന്നു വിചാരിച്ച് നീ ഇവിടെ ഇരിക്കണ്ട. മനസ്സിലായോ? ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടൊരു വരവ് വന്നാ പിന്നെ നിനക്കിവിടെ നിക്കക്കളി ഉണ്ടാവില്ല. അതുകൊണ്ടാ പറയുന്നത്. എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ. 90 ദിവസം എന്ന ക്രീതാമച്ചി ഒരു സമയം തന്നിട്ടുണ്ടായിരിക്കും. അതിനൊന്നും നീ കാത്തു നിൽക്കണ്ട. എല്ലാവരും കൂടി വന്ന് ആട്ടിയിറക്കുന്നതിന് മുന്നേ പോകാൻ പറ്റിച്ച് പോയിക്കോ. മനസ്സിലായോ? ഇത്രയും പറഞ്ഞ് ടാനിയെ പോവാൻ നിൽക്കുമ്പോ അലീനയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ ടാനിയുടെ മുന്നിൽ മുട്ടുമടക്കാനൊന്നും അലീന തയ്യാറായിരുന്നില്ല. ടാനിയോട് ഒന്ന് നിൽക്കാൻ പറഞ്ഞ് അലീന തന്റെ വാദം പറയുന്നുണ്ട്. ഞാൻ പറയാൻ വന്നതൊന്നും നിനക്ക് കേൾക്കാൻ താല്പര്യമില്ല. നീ പപ്പയുടെ മോളായിരിക്കും. ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വത്തുക്കളിലോ പണത്തിനോ അവകാശം പറയാനൊന്നുമല്ല ഞാൻ വന്നത്. പക്ഷെ എനിക്ക് എന്റെ പപ്പയുടെ മേൽ അവകാശം പറയാലോ. സ്റ്റാൻലി ജോസഫ് എന്റെ പപ്പയാണെന്ന് സമ്മതിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ട ഈ വീട്ടിൽ ഞാൻ താമസിച്ചിരിക്കും. അതിന് ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും എന്റെ പപ്പയും വല്യപ്പച്ചനും എന്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? പപ്പ ഈ ഒരു ബംഗ്ലാവില് ഒറ്റയ്ക്കല്ലേ താമസിച്ചിട്ടുണ്ടായിരുന്നത്? പപ്പയ്ക്ക് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. എന്നിട്ട് എന്താ, ആരും ഇവിടെ ഞാൻ വന്നപ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. പപ്പയോട് നിങ്ങൾക്ക് ആർക്കും സ്നേഹമില്ല. പപ്പയുടെ പണം മാത്രമല്ലേ നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളൂ. പപ്പയുടെ പണം മുഴുവൻ നിങ്ങൾ എടുത്തോ. എന്നിട്ട് എന്റെ പപ്പേനെ മാത്രം എനിക്ക് തന്നാൽ മതി. കാരണം 23 വർഷം ഈ പപ്പയുടെയും അമ്മയുടെയും ഒക്കെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ചിട്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ആ സ്നേഹം ഞാൻ ആവോളം ആസ്വദിക്കുന്നുണ്ട്. ആ സ്നേഹം ഇനി വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെ വന്നാലും എന്നെ ഇവിടുന്ന് പുകച്ചു അടിക്കാന്ന് ആരും വിചാരിക്കേണ്ട. മനസ്സിലായോ? നീ എന്റെ കുഞ്ഞനിയത്തിയാണ്. നിന്നെ അങ്ങനെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ ഒരു മൂത്ത സഹോദരി നിനക്ക് തന്ന ഉപദേശങ്ങളായിട്ട് കരുതിയാ മതി. മനസ്സിലായോ ടാനിയ മോൾക്ക്? ഇനി പോവാം. എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന മുറിക്ക് പുറത്തിറങ്ങി. അലീനയുടെ മുന്നിൽ ആകെ ചൂളിപ്പോയ അവസ്ഥയായി ടാനിയയ്ക്ക്. താൻ ഇത്രയും വലിയ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അലീനയ്ക്ക് മുന്നിൽ ഒന്നുമല്ലായിരുന്നു എന്ന് ടാനിയയ്ക്ക് തോന്നുകയാണ് കേട്ടോ. അന്ന് തൊട്ട് ടാനിയയ്ക്ക് അലീനയോട് ദേഷ്യവും വാശിയും ഒക്കെ ആവാൻ തുടങ്ങിയിട്ടോ. അവിടുന്ന് ഇറങ്ങി പോവാൻ നിൽക്കായിരുന്നു ടാനിയ അതീവ ദേഷ്യത്തോടെ. അപ്പോഴാണ് അവിടേക്ക് സ്റ്റാൻലി ജോസഫ് കയറി വരുന്നത്. നീ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. എന്താ നിനക്ക് ഇത്ര ഗൗരവം? പിന്നെ പപ്പ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തികളെ കണ്ടിട്ട് ഞാൻ എന്താ ചിരിച്ചോണ്ട് കയറി വരണായിരുന്നു. ഇപ്പൊ എവിടുന്ന് വന്നു പപ്പയ്ക്ക് ഈ മകള്? ഇത്രയും കാലം ഞങ്ങളോടൊന്നും കാണിക്കാത്ത സ്നേഹവും വാത്സല്യാണല്ലോ അവളോട്. ഇതൊന്നും ഞങ്ങൾക്ക് നാണക്കേടാവുമെന്ന് പപ്പയ്ക്ക് തോന്നുന്നില്ലേ? ടാനിയ, നിന്നോട് സംസാരിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊന്നും. പിന്നെ അലീന നിങ്ങളുടെ ചേച്ചിയാണ്. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. എനിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. അത് കല്യാണത്തിലേക്ക് എത്താതെ ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ അതിലിങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അമ്മേനെ വിവാഹം കഴിക്കുക പോലും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ആ കുഞ്ഞ് ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്ക് അവളെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അലീന നല്ല കൊച്ചാണ്. നിങ്ങൾ അടുത്ത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടാവും. അവളുമായി നീ ഒരു വിദ്വേഷമൊന്നും വെച്ച് പുലർത്തരുത്. മനസ്സിലായോ? പപ്പയൊന്ന് നിർത്തിക്കേ. പപ്പയുടെ ഉപദേശം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു. അവളുടെ മുന്നിൽ 4 വർത്തമാനം പറയണമായിരുന്നു. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ പടി ചവിട്ടി വീണ്ടും വന്നത്. ഈ വീടും സ്ഥലമൊക്കെ ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യം പപ്പ മറക്കണ്ട. അത് അവൾക്ക് ഒറ്റയ്ക്ക് കൊടുക്കാനാണ് പപ്പയുടെ തീരുമാനമെങ്കിൽ പപ്പ കുറച്ച് വിയർക്കും. മനസ്സിലായോ? എന്നും പറഞ്ഞുകൊണ്ട് ടാനിയ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ എന്തു പറ്റി എന്നുള്ള ചിന്തയായിരുന്നു സ്റ്റാൻലിക്ക്. ഇനി എന്തൊക്കെ ഞാൻ നേരിടേണ്ടി വരും? ഇവരൊക്കെ ഞാൻ എങ്ങനെ നേരിടും? അലീനേനെ പറഞ്ഞയക്കാൻ എനിക്ക് പറ്റില്ല. അലീനേനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ എന്റെ സ്വന്തം മക്കൾക്ക് വേണ്ടത്
എന്റെ പണവും പൈസയും എന്റെ പണവും സ്വത്തുക്കളും മാത്രമാണല്ലോ എന്ന് സ്റ്റാൻലി ആകെ വിഷമത്തോടെ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ സ്റ്റാൻലി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് അലീന കാണുന്നുണ്ട്. അലീനയ്ക്ക് വേറൊരു നിർവാഹവും ഇല്ല. പപ്പയെ ഉപേക്ഷിച്ച് പോവാൻ അവൾ തയ്യാറാണ്. പക്ഷെ അവര് സമ്മതിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് അലീന ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം അലീന അഞ്ചലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അഞ്ചലിലും ഇവരുടെ വീട്ടില് അലീന താമസിക്കും. ഇവരുമായിട്ട് കൂടുതൽ ഇടപഴകിയും ഇവരെയൊക്കെ അലീനയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്ന സീനുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്